നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ, ലോക വിശേഷങ്ങൾ എല്ലാം വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ട്. ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം. 100ഓളം പേർക്ക് പരിക്ക്. ആണവ വികിരണം ഇല്ല എന്ന് സ്ഥിരീകരണം. നദാൻസ് നിലയത്തിന് നേരെയുള്ള ആക്രമണത്തിനുള്ള മറുപടി എന്ന് ഇറാൻ. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ. ഇറാന് അമേരിക്കയുടെ അന്ത്യശാസനം. ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. തുറന്നില്ലെങ്കിൽ ഇറാനിലെ ഊർജ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന ഭീഷണി. സമാധാന ചർച്ചകൾക്ക് അമേരിക്ക നീക്കം നടത്തുന്നുവെന്നും സൂചന. കൊടുവള്ളി മുൻ MLA കാരാട്ട് റസാഖ് തിരികെ മുസ്ലിം ലീഗിൽ. പാണക്കാട്ടെത്തി മെമ്പർഷിപ്പ് സ്വീകരിച്ചു. വൈകിട്ട് കൊടുവള്ളിയിലെ UDF കൺവെൻഷനിൽ പങ്കെടുക്കും. CPM വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് മടങ്ങിപ്പോക്കെന്ന് റസാഖ്. പത്രികാ സമർപ്പണത്തിന് ഇനി ഒരു നാൾ മാത്രം. കളം നിറഞ്ഞ മുന്നണികൾ. ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയുടെ പ്രചാരണത്തിന് നാളെ പത്തനംതിട്ടയിൽ തുടക്കം. കോഴിക്കോട് പെരുവയൽ എരഞ്ഞിക്കലിൽ ഷിഗല്ല പടരുന്നു. 12 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക്. പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയെന്ന് ആരോഗ്യവകുപ്പ്. 9 മണി വാർത്തയിലേക്ക് വിശദമായി പോയാൽ, ഇസ്രായേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ദിമോണ, അറാദ് എന്നീ നഗരങ്ങളിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 100ഓളം പേർക്കാണ് പരിക്കേറ്റത്. ശക്തമായിട്ടുള്ള തിരിച്ചടി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ആദ്യം ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അത് ആശങ്കാജനകമാണ്. എത്രമാത്രം ആശങ്ക പടർത്തുന്നു? അവിടെ ഈ ഒരു ആണവ വികിരണമില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ അത്തരത്തിൽ റേഡിയേഷൻ സാധ്യതയൊന്നും ഇല്ല എന്നാണോ രാജ്യാന്തര ഏജൻസികൾ പറയുന്നത്? ഇപ്പോൾ നിലവിൽ അത്തരം ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. തെക്കൻ ഇസ്രായേലിലുള്ള അരാദ, അതുപോലെ തന്നെ ദിമോണ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇത്തരം ആക്രമണം നടന്നത്. ഇസ്രായേൽ സമയം ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടായത്. നിരവധി ഒരു കനത്ത നാശനഷ്ടം തന്നെ അവിടെ ഉണ്ടായി. വ്യാപകമായി നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് 100ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 88 പേർ ഗുരുതരമായ അവസ്ഥ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പലരുടെ നില ഒരു നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ എല്ലാ ഡിഫൻസ് സംവിധാനങ്ങളെയും തകർത്തുകൊണ്ടായിരുന്നു ഇറാന്റെ ഈ മിസൈൽ ആക്രമണം. ഇറാന്റെ കയ്യിലുള്ള 2 സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈൽ വഴിയായിരുന്നു ഈ ആക്രമണം എന്ന് പറയുന്നത്. ഇതൊരു അത്യാധുനിക ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതുവച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുകയായിരുന്നു അവർക്ക് ഇറാന്റെ ഈ മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല, ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നെല്ലാം അവർ തന്നെ പറയുകയുണ്ടായി. ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിന്റെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കും, ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ശത്രുക്കൾക്ക് നൽകും എന്നെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം ഇസ്രായേൽ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഒരു പത്രക്കുറിപ്പ് വന്നിരുന്നു. ഇസ്രായേൽ ആർമി ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ, തിരിച്ചടികൾ നടത്തുന്നതായിട്ടായിരുന്നു പറഞ്ഞത്. ടെഹ്റാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് IDF പ്രസ്താവന ഇറക്കി. അതിന് പിന്നാലെ ഇപ്പോൾ ടെഹ്റാനിൽ കൂടുതൽ സ്ഫോടനങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതായിട്ട് വിവരമുണ്ട്. അപ്പോൾ ഇറാന്റെ ഇസ്രായേലിലേക്കുള്ള തിരിച്ചടിയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അതിനുള്ള പ്രതികാരവും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലുള്ള ചില ന്യൂക്ലിയർ ഫെസിലിറ്റികൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ ആക്രമണവും ഉണ്ടായത്. എന്തായാലും ഇറാനിലെ ആണവ നിലയങ്ങൾക്കും നിലവിൽ കേടുപാടുകളില്ല എന്നുള്ള വിവരമാണുള്ളത്. ഇവിടെ ഒരു ന്യൂക്ലിയർ എമർജൻസി എന്തായാലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേലിൽ നടന്നിട്ടുള്ള ആക്രമണവും സുരക്ഷിതമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ദിമോണ, അതുപോലെ ഈ അരാദ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇവയ്ക്കിടയിലായിട്ട് ഒരു ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രമുണ്ടായിരുന്നു. അപ്പോൾ ഈ കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഇത്തരം ഒരു ആക്രമണം നടന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ തന്നെ ഈ സംഭവത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ
ഈ ഒരു സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ ഒരു നിമിഷം വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസെന്റ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അതിങ്ങനെ ഒന്നിനു പുറകെ ഇങ്ങനെ തുടരുകയാണ്. ഈ ലോകമെമ്പാടും ആശങ്ക നിറയുന്ന സമയമാണല്ലോ. അപ്പോഴും ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ എസ്കലേറ്റ് ചെയ്യുമ്പോൾ ഈ യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ല എന്നാണ് കരുതേണ്ടത്. യുദ്ധത്തിന്റെ ഗതി മാറുന്നതിന്റെ സൂചനകളാണ് സമീപ ദിവസങ്ങളിൽ ലഭിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായി പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഇറാന്റെ ആണവ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ച സമയത്ത് അത്തരം കാര്യങ്ങൾ ആക്രമിക്കരുത് എന്ന നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുകയുണ്ടായി. മാത്രമല്ല, ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക, അവരുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ, അതുപോലെ ആണവ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ആക്രമിച്ചതിന് ബദലായിട്ടാണ് ഇസ്രായേലിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണം അവർ ഇപ്പം നടത്തിയിട്ടുള്ളത്. അതില് ഈ ഡിമോണ, അതുപോലെ ആരാർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആക്രമണം വലിയ മാനങ്ങളുള്ളതാണ്. അവിടെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്നാണ് IRGCയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. അത് ഫാക്ച്വൽ ബേസിസ് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അവിടെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട്. അവിടെ നെഗവ് മേഖലയിലുള്ള ഇസ്രായേലിന്റെ ആണവ നിലയത്തിന് കേടുപറ്റിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും അക്രമത്തിന്റെ ദിശ മാറുകയാണ്. ഇത് മാത്രമല്ല 4000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ആണവ മിസൈലുകൾ, ആണവ ആയുധമല്ല, സാധാരണ മിസൈൽ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇതിനകം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏതായാലും ഫെബ്രുവരി 28 ആരംഭിച്ചിട്ടുള്ള ആക്രമണം ഇത്രയും അധികം ബോംബാക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ മിസൈൽ വിക്ഷേപണ തറകളെ തകർക്കുവാനോ ഇറാന്റെ പ്രതിരോധത്തെ ഇല്ലാതാക്കുവാനോ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, അമേരിക്കയുടെ മേഖലയിലെ സൈനിക താവളങ്ങളും അതുപോലെ ഇസ്രായേലിലെ കേന്ദ്രങ്ങളും നിരന്തരമായി ആക്രമിക്കാനുള്ള ശക്തി ഇറാൻ ഉണ്ട്. അത് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നൽകുന്ന സൂചന ഇറാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഏകദേശം റഷ്യ പൂർണ്ണമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്ത്രപരമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് രംഗത്തുണ്ട്. ചൈനയുടെ നിശബ്ദ പിന്തുണയുമുണ്ട്. ഇത് നൽകുന്ന സൂചന ഇസ്രായേൽ അമേരിക്ക സഖ്യം പോരാടുന്നത് സാമ്പത്തിക ഉപരോധം കൊണ്ടൊക്കെ തകർന്നടിഞ്ഞ ഒരു ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇറാനോടല്ല, മറിച്ച് റഷ്യയുടെയും അതുപോലെ ചൈനയുടെയും ഒക്കെ പിന്തുണയുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉക്രൈനിൽ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാൻ റഷ്യക്ക് കിട്ടിയ ഒരു അവസരം എന്നുകൂടി നമ്മൾ ഇതിനെ കാണണം. അവിടെ യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധമല്ല, റഷ്യ നാറ്റോ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് റഷ്യക്ക് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അപ്പോഴാണ് മറ്റൊരു യുദ്ധമേഖല തുറന്നു കിട്ടുന്നത്. റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയായിട്ടുള്ള സിറിയ എന്ന രാജ്യത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും പുറത്താക്കാൻ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് കഴിഞ്ഞു. അപ്പോൾ തുറന്നു കിട്ടിയ ഇറാൻ യുദ്ധമേഖലയിൽ ഇറാനെ തുടക്കത്തിൽ റഷ്യ ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഉപഗ്രഹ വിവരങ്ങളും തന്ത്രപ്രധാനമായ മിലിറ്ററി വിവരങ്ങൾ കൃത്യമായി ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ യുദ്ധം വലിയ രൂപത്തിൽ നീണ്ടുപോയാൽ അത് വെസ്റ്റ് ഏഷ്യയെ തകർക്കുമെന്ന് മാത്രമല്ല, ഒരു വൻശക്തി യുദ്ധത്തിന്റെ സ്ഥലവും കൂടി അവിടെ വളർന്നു വരുന്നുണ്ട്. ഇസ്രായേൽ ഒരു ആണവ ശക്തിയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പഞ്ചമഹാശക്തികൾക്ക് ശേഷം ആണവശേഷിയുള്ള 4 രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും നോർത്ത് കൊറിയയും ഇസ്രായേലും. ഈ 4 രാജ്യങ്ങൾക്കും ആണവായുധങ്ങളുണ്ട്, ആണവശേഷിയുണ്ട്. അത് ലോകം അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി. അപ്പോൾ ഇറാനാണെങ്കിൽ നിരവധി ആണവ ശുദ്ധീകരണ പ്ലാന്റുകളുണ്ട്. നദാൻസ് ഉണ്ട്, ഇസ്ഫഹാൻ ഉണ്ട്, ബുഷ്കർ ഉണ്ട്, അങ്ങനെ. അപ്പൊ ഇതൊരു ആണവ യുദ്ധത്തിന്റെ തലവും കൂടി തുറന്നു വരുന്നുണ്ട്. അപ്പോൾ വളരെ അപകടകരമായ ദിശയിലേക്ക് യുദ്ധം വികസിക്കുന്നു. ഇത് ഇറാനെതിരെ അമേരിക്ക, ഇസ്രായേൽ അച്ചുതണ്ട് നടത്തിയ നഗ്നമായ ആക്രമണം എന്ന തലം വിട്ട് ആ മേഖലയിലെ വൻശക്തി രാഷ്ട്രങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇത് വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു.
ഇതിനകം 14 രാജ്യങ്ങൾ നേരിട്ട് തന്നെ അക്രമത്തിന് വിധേയമായിട്ടുണ്ട്. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ സൈപ്രസും അസർബൈജാനും തുർക്കിയും അടക്കം ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളും ജോർദാൻ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവിടേക്കാണ് വൻശക്തി രാഷ്ട്രങ്ങൾ കൂടി പക്ഷം പിടിക്കുകയും യുദ്ധത്തിൽ പ്രത്യക്ഷമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അപ്രതീക്ഷിതമായ മാനങ്ങളിലേക്കാണ് ഈ യുദ്ധം വളരുന്നത്. ഇന്ത്യക്കാണെങ്കിൽ 90 ലക്ഷം മുതൽ 1 കോടി വരെ ഇന്ത്യക്കാരാണ് ആ മേഖലയിലുള്ളത്. ഇത്രയും ആളുകളെ ആ മേഖലയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറെക്കുറെ അസംഭാവ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങളോടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതുകൊണ്ട് തന്നെ അടിയന്തരമായി നമ്മുടെ ഡിപ്ലോമാറ്റിക് ക്ലൗഡ് പൂർണ്ണമായി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യ ഗവൺമെന്റ് ആ ദിശയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ, അത് ഈ അമേരിക്ക ഇപ്പോൾ ഇറാന് അന്ത്യശാസനമൊക്കെ നൽകുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ അവിടെ സുഗമമായിട്ടുള്ള നീക്കം നടക്കണം എന്നുള്ളത്. പക്ഷെ അതിനിടയിൽ തന്നെ അമേരിക്ക ചില സമാധാന ചർച്ചകൾക്കുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് മറ്റു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ അമേരിക്കയ്ക്ക് തന്നെ അവിടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് അക്രമകാരികളായിട്ടുള്ള അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നില്ല. അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലക്ഷ്യം, തന്ത്രപരമായ ലക്ഷ്യം ഇറാന്റെ മിസൈൽ ശേഷിയെയും ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷിയെയും സൈന്യത്തിന്റെ സ്ട്രൈക്കിംഗ് പവർ, എസ്പെഷ്യലി ഇറാന്റെ പ്രോക്സികളുടെ ശേഷിയെയും ഒക്കെ നിർണായകമായി തകർക്കുക, ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ അവിടെ റഷ്യൻ ചേഞ്ച് ഉണ്ടാകുക, അത് പൊളിറ്റിക്കൽ എയിമാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ പൊളിറ്റിക്കൽ എയിം, രാഷ്ട്രീയ ലക്ഷ്യവും തന്ത്രപരമായ ലക്ഷ്യവും രണ്ടും ഇതപര്യന്തം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ടോപ്പ് ലെവൽ ലീഡേഴ്സിനെയും മിലിറ്ററി ലീഡേഴ്സിനെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും എലിമിനേറ്റ് ചെയ്തിട്ടും ഇറാന്റെ പ്രതിരോധത്തെ തടയാനോ ആ രാജ്യം പൂർണ്ണമായി കീഴടങ്ങുന്നതിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ യാതൊരു സൂചനയും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. അതൊരു സയൻസ് സ്റ്റേറ്റ് എന്ന നിലയിൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള മാനങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇറാഖിലെ അധിനിവേശം നടത്തിയ സമയത്ത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഇറാന്റെ കാര്യത്തിൽ അത്തരത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യമോ താല്പര്യമോ പ്രഖ്യാപിച്ചുകൊണ്ടല്ല വരുന്നത്. അവർ ആണവായുധം നേടുമോ ആണവായുധ ശേഷിയെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്കാണല്ലോ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും 3 വട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് അതിന്റെ കൺക്ലൂഷനിലേക്ക് നീങ്ങുന്നതിനിടയ്ക്കാണ് ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം തുടങ്ങുകയും ഫെബ്രുവരി 28, 2026 അമേരിക്ക അതിലേക്ക് കൂടിച്ചേരുകയും ചെയ്തത്. അപ്പോൾ ഇത് ആ മേഖലയെ മുഴുവൻ സംഘർഷത്തിലാഴ്ത്തി. ഇനി ഒരു പരമാവധി നേരത്തെ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളൊക്കെ നൽകുന്ന സൂചന. ആ ദിശയിലുള്ള കാര്യങ്ങൾ സമീപകാലത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. റൈറ്റ്, താങ്ക് യു സോ മച്ച്. ഡോക്ടർ PJ വിൻസെന്റ് ആണ് പ്രതികരിച്ചതാണെങ്കിലും അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ലോകത്തെ സംബന്ധിച്ച്. ആകെ ആശങ്ക നിറയ്ക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയത്. അതും അത്രമാത്രം ഡിഫൻസീവ് കപ്പാസിറ്റിയുള്ള ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ എത്തുക എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിലും പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. നമ്മൾ ഇനി പോകുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള സമയം നാളുകൂടി മാത്രമാണ്. മണ്ഡലങ്ങളിലെല്ലാം സജീവമാവുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് നേതാക്കൾ ഒപ്പം സ്ഥാനാർത്ഥികളൊക്കെ ഊർജിതമായ വോട്ടിനായുള്ള ഓട്ടത്തിലാണ്. ഈ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. അവധി ദിനത്തിൽ സ്ഥാനാർത്ഥികളുടെ വോട്ടോട്ടം. വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കൊടുവള്ളി
മുൻ LDF MLA കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ പാണക്കാടെത്തി അംഗത്വം സ്വീകരിച്ചു. തറവാട്ടിലേക്ക് തിരിച്ചു വന്നുവെന്നും മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം ഉടൻ രാജിവെക്കുമെന്നും കാരാട്ട് റസാഖ് CPM വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് ഈ രാജിയെന്നും പ്രതികരണം. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സാഹചര്യം തോന്നിയത്? മറ്റു കാര്യങ്ങളൊക്കെ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട് UDFന്റെ കൊടുവള്ളി വെച്ച്. അവിടെ വെച്ച് നമ്മൾ സംസാരിക്കും. ബോർഡ് ചെയർമാൻ സ്ഥാനം തുടരില്ല. ഇല്ല, രാജിവെക്കും. നേരത്തെ PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് പറഞ്ഞിരുന്നത്. അതൊന്നും പരിഹരിച്ചില്ല പാർട്ടി. ആ രീതിയിൽ പരിഹരിക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല. പരിഹരിക്കാത്തത് കൊണ്ടാണല്ലോ പുനർചിന്തനം നടത്തേണ്ടി വന്നത്. രാത്രി എടുത്ത തീരുമാനം. ഉപാധികളൊന്നുമില്ല. വിശ്വാസമാണ് പാർട്ടിയെ. പ്രത്യേകിച്ച് തങ്ങളുടെയും മുനാഫ് സാഹിബിനെയും മുനീർ സാഹിബിനെയും ഒക്കെ വിശ്വാസമാണ്. ഇനി പാർട്ടി സജീവമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും 10 കൊല്ലം പ്രവർത്തിക്കാത്തത് അതിൻ്റെ ഡബിൾ മടങ്ങ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. യാതൊരു ഉപാധികളുമില്ലാതെയാണ് കാരാട്ട് റസാഖ് തിരികെ വന്നത് എന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. UDF ട്രെൻഡ് തെളിയിക്കുന്നതാണ് ഈ തിരിച്ചുവരവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കാരാട്ട് റസാഖ് രാജിവെച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ട്രെൻഡ് UDFന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നി. തങ്ങൾ സ്വാഗതം ചെയ്തു, മെമ്പർഷിപ്പ് കൊടുത്തു. വളരെ സന്തോഷം. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ വിസ്മയങ്ങൾ തുടരുകയാണല്ലോ. വലിയ സ്വീകരണമാണല്ലോ കാരാട്ട് റസാഖിന് അവിടെ പാണക്കാട് കിട്ടിയത്. നേതാക്കൾ ഒന്നടങ്കമെത്തി കാരാട്ട് റസാഖിനെ വീണ്ടും കുടുംബത്തിലേക്ക് ലീഗിലേക്ക് ക്ഷണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ ഇനി എന്താണ്? ഇനി ഇന്നത്തെ UDF കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറയുന്നു. വളരെ സജീവമായി ലീഗിന് വേണ്ടി കളത്തിലേക്ക് ഇറങ്ങുകയാണോ റസാഖ്? തീർച്ചയായും UDFനെ സംബന്ധിച്ച്, മുസ്ലിമിനെ സംബന്ധിച്ച് കൊടുവള്ളിയിൽ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഉണ്ടാവുക. കുന്നമംഗലത്തും അതുപോലെ തന്നെ സമീപ മണ്ഡലങ്ങളിലൊക്കെ ഈ കാരാട്ട് റസാഖിൻ്റെ തിരിച്ചുവരവ് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് ലീഗ് പങ്കുവയ്ക്കുന്നത്. അതിലപ്പുറത്ത് മറ്റൊരു കാര്യം, മുൻപ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വതന്ത്രന്മാരായിട്ടുള്ള MLAമാരും അതുപോലെ തന്നെ നേതാക്കളുമൊക്കെ UDFിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങോട്ടാണ് ഒഴുക്ക്, ട്രെൻഡ് UDFിനൊപ്പമാണെന്ന ഒരു സൂചന അല്ലെങ്കിൽ അതിൻ്റെ തെളിവാണ് ഈ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഒരു എങ്ങനെ പ്രചരണത്തിന് ഉപയോഗപ്പെടുത്താമെന്നാണ് UDF ആലോചിക്കുക. മുൻപ് UDFിൻ്റെ ഭാഗമായിരുന്ന പല നേതാക്കളും തിരിച്ചെത്തുന്നു എന്നത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അവർ ചേർത്ത് പിടിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് എന്ന തരത്തിൽ തന്നെയാണ് പ്രചരിപ്പിക്കുക. മാത്രമല്ല ജനങ്ങൾക്കൊപ്പം UDF വരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഈ ഒരു തിരിച്ചുവരവുകളെ കാണുകയും ചെയ്യും. കാരാട്ട് റസാഖിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം 2016 മുസ്ലിം ലീഗ് വിട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അന്ന് അദ്ദേഹം അവിടെ 573 വോട്ടുകൾ ജയിച്ചെങ്കിലും 2021 അദ്ദേഹത്തിന് MK മുനീറിനോട് പരാജയപ്പെടാനായിരുന്നു വിധി. അതിനുശേഷമാണ് അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് അകലാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷത്തോടെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാവുകയും PA മുഹമ്മദ് റിയാസുമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷം താല്പര്യം കാണിക്കാത്തതും തന്നെ ചേർത്ത് പിടിക്കാത്തതുമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തിരിച്ചു വന്നിരിക്കുന്നത്. നമുക്കറിയാം കൊടുവള്ളിയിൽ
ലീഗിനെ സംബന്ധിച്ച ആഭ്യന്തരമായിട്ടുള്ള വെല്ലുവിളികൾ ഒട്ടേറെ ഉണ്ടെങ്കിൽ അവിടെ ഈ കരാട്ട് റസാഖിൻ്റെ തിരിച്ചുവരവ് ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാകും. കുന്നമംഗലത്തും ഇത് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാകും. അങ്ങനെ ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും തിരിച്ചു പിടിക്കുവാൻ ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കളുടെ തിരിച്ചുവരവ്, ലീഗിലേക്കുള്ള തിരിച്ചുവരവ് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പൊതുവെ UDFന് അനുകൂലമായൊരു സാഹചര്യം തീർക്കുന്നു എന്ന അത്തരത്തിലൊരു സന്ദേശം നൽകുവാൻ ഈ നേതാക്കളുടെ തിരിച്ചുവരവ് UDF കാര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. റൈറ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അവിടെ മലപ്പുറത്ത് ലീഗിന് കൂടുതൽ കരുത്ത് വരുന്ന ഒരു നീക്കമാണ് കരാട്ട് റസാഖിൻ്റെ ഭാഗത്ത് നിന്ന്. കരാട്ട് റസാഖ് അങ്ങനെ വീണ്ടും മുസ്ലിം ലീഗിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ള സാഹചര്യമാണ് കാണുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ്. ദേവാലയങ്ങളിലൊക്കെ സജീവമായി എത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വിശ്വാസികളുടെ വോട്ടുറപ്പാക്കാനാണ് പരമാവധി ദേവാലയങ്ങളിലേക്ക് ഓടിയെത്താനുള്ള ഈ ശ്രമം. വെട്ടുകാട് ദേവാലയത്തിൽ തിരുവനന്തപുരത്ത് വെട്ടുകാട് പള്ളിയിൽ നിന്നാണ് ഇടതു സ്ഥാനാർത്ഥി സുധീർ കരമന പ്രചാരണത്തിന് തുടക്കമിട്ടത്. വലിയ പ്രതികരണമാണ്, മികച്ച പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് സുധീർ കരമന പറയുന്നു. വളരെ നല്ലൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നില്ലേ, എല്ലായിടത്തു നിന്നും നല്ല വിധത്തിലുള്ളൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. ഇന്ന് ദേവാലയങ്ങൾ തന്നെയാണ് സന്ദർശിക്കുന്നത്. ഉച്ചവരെയുള്ള പ്രവർത്തനം. ഓക്കെ, താങ്ക് യു. വിശ്വാസത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കോഴിക്കോട് നോർത്തിലെ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ. താനൊരു തികഞ്ഞ വിശ്വാസിയാണ്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വോട്ടർമാർ പ്രചാരണത്തിൽ ഉന്നയിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ന്യൂസ് ഏജന്റിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കിപ്പം തോട്ടത്തിൽ രവീന്ദ്രനുണ്ട്, കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യ ഞായറാഴ്ച എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമല്ലോ. അപ്പോൾ കൂടുതൽ ആളുകളെ പള്ളികളിലും മറ്റുമൊക്കെ പോയാൽ രാവിലെ കാണാൻ കഴിയുന്ന സാഹചര്യം. നോമിനേഷൻ നൽകിയിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച ഇന്നലെയാണല്ലോ നോമിനേഷൻ നൽകിയിട്ടുള്ളത്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ്, അതാണ് ശരിയായ നടപടി. അതാണ് കാരണം അവർക്കും സംസാരിക്കാൻ പറ്റും, നമുക്കും സംസാരിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അല്ലാതെ ഇപ്പം നമ്മൾ മൈക്കിലോ അല്ലെങ്കിൽ പൊതുയോഗത്തിലോ പ്രസംഗിക്കൊന്നും വേറെ ആൾ ചോദ്യമില്ലല്ലോ. അതിനൊക്കെ ഉള്ളൊരവസരം നേരിൽ കാണാനും നേരിൽ സംസാരിക്കാനുള്ള, പിന്നെ ഒട്ടുമിക്ക ആളുകളെയും ഞാൻ നേരിട്ട് അറിയുന്നതാണ്. ഞാൻ ഇന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ ചെറിയ കാലയളവിലല്ലല്ലോ ഞാൻ വന്നിട്ടില്ല. പരമാവധി വോട്ടർമാരെ കണ്ട് അഭ്യർത്ഥിക്കുക നമ്മൾ വോട്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് കാര്യങ്ങൾ, ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ടോ? നല്ല പ്രതികരണം. അതിൽ ഞാൻ അവരെ അറിയൂ, അതാണ് എനിക്ക് ഭൂരിഭാഗം ആളുകളിൽ നിന്ന്. നഗരമായതുകൊണ്ട് കുറച്ചൊക്കെ ആളുകൾ പുതിയത് വന്നും പോയും കൊണ്ടിരിക്കും. അതങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ സ്വാഭാവികമാണല്ലോ ഇങ്ങനത്തെ. പക്ഷെ അതൊഴിച്ചിട്ട് ബാക്കി മുഴുവൻ ആളുകളെയും ഒരുവിധ ആളൊക്കെ ഞാൻ അറിയാം. സ്ഥലങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നു. ഒരു മുക്കും മൂലയും ഞാൻ അറിയാത്തില്ല. ശബരിമല മല പോലുള്ള കാര്യങ്ങളൊന്നും താങ്കളോടൊന്നും ആരും ഉന്നയിക്കുന്നില്ലായിരിക്കില്ല. ഇനി അവർക്കറിയാലോ ഞാൻ ഒരു വിശ്വാസിയാണെന്നുള്ളത്. അതൊന്നും നിലയുള്ളതല്ലല്ലോ. ഇക്കാര്യത്തിൽ എന്നൊരു കൃത്യമായ നിലപാടുണ്ട്. കൃത്യമായ നിലപാട്, അതൊന്നും ഒരു കോംപ്രമൈസും എനിക്കല്ല. വിശ്വാസത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെയല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിശ്വാസിയാണെന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാം. അതിലൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. എന്നോടാരും അങ്ങനെ ചോദിക്കൂല, പറയൂല. അവർക്കറിയാം ഞാൻ ആരാണ്. ഈ മത്സരത്തിൻ്റെ ഒരു കടുപ്പം കൂടുന്നുണ്ടോ മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച്? ഈ സ്ഥാനാർത്ഥികളൊക്കെ ആയി അല്ല, അതിൻ്റെ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നോമിനേഷൻ കൊടുക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ തന്നെ കുറേ ദിവസങ്ങൾ കുറവായതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു 4 ദിവസം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചും കൂടെ ശക്തിപ്പെടും. എന്നാലും നിലവിൽ അനുകൂലമാണ് അല്ലേ? നിലവിൽ കാര്യങ്ങളൊക്കെ അതെ 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 അതെ. എന്തായാലും നിലവിൽ കാര്യങ്ങളൊക്കെ ഭദ്രമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു പ്രചാരണത്തിന്റെ കാഠിന്യത്തിലേക്ക് പോകുന്നില്ല. ഒപ്പം വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ ആരും ചോദിക്കുന്നില്ല. താനൊരു കടുത്ത വിശ്വാസിയാണ് എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആരും ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല എന്നാണ് തോട്ടത്തിൽ പറയുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിശ്വാസികളെ അദ്ദേഹം നേരിട്ട് കണ്ട് വോട്ട് തേടുന്നത് നമുക്ക് കാണാൻ കഴിയും. ആളുകളെയൊക്കെ വളരെ പരിചിതനായ ഒരു ആൾ കൂടിയാണ് തോട്ടത്തിൽ രവീന്ദ്രൻ. കോർപ്പറേഷൻ്റെ മേയറായും ഒപ്പം കൗൺസിലറായും ഒക്കെ
ദീർഘകാലം സേവനമനുഷ്ഠിച്ച ആളാണ്. ഇതിനുശേഷമാണ് കഴിഞ്ഞ തവണ നോർത്ത് മണ്ഡലത്തിൽ നിന്നും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. രണ്ടാം അവസരമാണ് പാർട്ടി അദ്ദേഹത്തിന് നൽകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഞായറാഴ്ച ദിനത്തിലെ പ്രചാരണം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മിക്ക സ്ഥാനാർത്ഥികളും പള്ളികളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് ചേർന്നത്. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലകളിൽ പര്യടനം നടത്തും. ഏപ്രിൽ 3 വരെയുള്ള ദിവസങ്ങളിലായി 48 കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കും. മുഖ്യമന്ത്രിയുടെ പര്യടനത്തിന് നാളെ പത്തനംതിട്ടയിൽ നിന്നാണ് തുടക്കമാവുന്നത്. CPM നേതാക്കളായിട്ടുള്ള MA ബേബി, MV ഗോവിന്ദൻ, A വിജയരാഘവൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങി പ്രമുഖ നേതാക്കൾ ഈ പ്രചാരണത്തിനെത്തും. വിവിധയിടങ്ങളിലായി പൊതുയോഗങ്ങളിലൊക്കെ സംസാരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ മികവുറ്റതാക്കാൻ പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് മുന്നണികൾ. ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ പശ്ചാത്തലം ഡാറ്റയായി സ്ഥാനാർത്ഥികളുടെ മുന്നിലേക്ക് എത്തും. ഇതുപയോഗിച്ച് വിജയത്തിലേക്ക് എത്താനുള്ള വഴികൾ കണ്ടെത്തുക എന്ന പുതിയ രീതി 3 മുന്നണികളും ഡാറ്റ ഉപയോഗിച്ചുള്ള ഈ പുത്തൻ സാങ്കേതിക വിദ്യ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പരീക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ കേരളത്തിലുടനീളം പ്രചരണവും ചുവരെഴുത്തും പോസ്റ്റർ ഒട്ടിക്കലും അടക്കം നടക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ആരും അറിയാതെ സമാന്തരമായി നടക്കുന്ന ഒരു രീതിയാണ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അണികളിലേക്കും ജനങ്ങളിലേക്കും എത്താനുള്ള പുത്തൻ തന്ത്രം. ഈ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ കാലത്തെ പുതിയ ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ നേരിടാൻ പോകുന്നത്. ഓരോ മണ്ഡലത്തിലും മുന്നണികളുടെ രാഷ്ട്രീയ സാധ്യതകൾ, അതിൽ നമുക്കെത്ര, എതിരാളികൾക്കെത്ര, രണ്ടിലും ഉൾപ്പെടാത്ത നിഷ്പക്ഷർ എത്ര, ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും മുന്നണികളുടെ മുന്നിലേക്ക് ഡാറ്റയായി എത്തും. ഈ ഡാറ്റ ഉപയോഗിച്ചാകും പ്രവർത്തനം മണ്ഡലത്തിലെ ഏത് ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കണമെന്നുള്ള പ്രചാരണ തന്ത്രങ്ങൾ മെനയുക. സമൂഹ മാധ്യമങ്ങൾ വഴി വോട്ടർമാരിലേക്ക് എളുപ്പമെത്തുക എന്നിങ്ങനെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളുടെ വിജയം കൂടുതൽ സുഗമമാക്കുന്നതാണ് ഈ രീതി. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യ കമ്പനികൾ, ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെയുള്ള പരസ്യ കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ്, ഓഫ് കോഴ്സ് നമുക്കൊരു ഡിജിറ്റൽ മീഡിയയിൽ പ്രസൻസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അത് പോസ്റ്ററിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ AI വീഡിയോസ് ആവാം, അല്ലെങ്കിൽ റിയൽ വീഡിയോസ് ആവാം. ഈ ഒരു മെത്തേഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ഓറിയന്റഡ് ആയിട്ട് ക്രിസ്പായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാനുള്ള രീതിയിലാണ്. അതിന് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മുടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ആ ഡേറ്റ നമ്മൾ അപ്ലോഡ് ചെയ്യും, അതിനെ ഡിജിറ്റൈസ് ചെയ്യും. അതിനെ ഡിജിറ്റൈസ് ചെയ്തതിനു ശേഷം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇതിനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബൂത്ത് ലെവലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അറിയായിരിക്കും ഇന്ന കുടുംബം ഇന്ന പർട്ടിക്കുലർ ആൾക്കാർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്, ഒരു ഏകദേശ ധാരണ കാണും. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനെ എന്നിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഇത്രയും ആൾക്കാരാണ് ഈ ബൂത്തിൽ LDF, ഇത്ര ആൾക്കാരാണ് UDF, ഇത്ര ആൾക്കാരാണ് NDA, ഇത്ര ആൾക്കാർ നിഷ്പക്ഷരാണ് എന്നുള്ള രീതിയിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യും. ഇതിനെ വെച്ചുകൊണ്ടായിരിക്കും കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അടിത്തട്ടിലെ അണികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മണ്ഡലത്തിലെയും ചിത്രം തെളിയുന്നത്. കന്നി വോട്ടർമാരെയും നിഷ്പക്ഷരെയും കണ്ടെത്തി അവരിലേക്ക് എത്തുവാൻ ഇതുവഴി എളുപ്പവുമാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്തെ ഇന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പൊ കഴക്കൂട്ട് എടുക്കുകയാണെങ്കിൽ കഴക്കൂട്ടൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്രയും നമ്പർ ഓഫ് വോട്ടേഴ്സ് ഈ പാർട്ടിയിലാണ് കൂടുതലായിട്ടും ഒരു ചായ്വുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര നിഷ്പക്ഷരുണ്ടെന്ന് കഴിഞ്ഞാൽ അവരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ദി അതർ പാർട്ടി ക്യാൻ വിൻ എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടും. അപ്പൊ അതിനെ ഡിജിറ്റൈസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുക, അവരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് മെസ്സേജ് അയക്കാം, അവരെ വിളിക്കാം, അവരുമായിട്ട് സംസാരിക്കാം. അതുപോലെ ഇലക്ഷൻ ഡേയിൽ ഇപ്പോൾ ഈ ടൂളിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇലക്ഷൻ ഡേയിൽ എത്ര പേര് ഈ നിഷ്പക്ഷരായിട്ടുള്ളവർ നമ്മളുമായിട്ടും കുറച്ച് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തവർ ഇലക്ഷന് വന്നു, വോട്ട് ചെയ്യാൻ വന്നു എന്നുള്ള ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം ചിലവിടുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലാണെന്നാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്രഷ് മൈൻഡ് ഐഡിയാസ് പറയുന്നത്. ഓരോ വോട്ടർമാരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വ്യക്തിഗത സന്ദേശങ്ങളടക്കം ഇവയിൽ ഉൾപ്പെടുന്നു. ഭരണം നേടിയെടുക്കാനുള്ള കണക്കുകൂട്ടലുകളിൽ ഡാറ്റയുടെ പിന്തുണയും കൂടി ലഭിക്കുമ്പോൾ അനായാസമായ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളും. ക്യാമറാമാൻ അരുൺ പാലോടിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ധീവരസഭയിലെ 1-2 നേതാക്കൾ പറയുന്നത് കേൾക്കുന്നവരല്ല ആലപ്പുഴ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളെന്ന ഇടതു സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജൻ.
ഇത്തരം നേതാക്കൾ കാലങ്ങളായി കോൺഗ്രസിനും BJPക്കും വേണ്ടി മാറി മാറി വാദിക്കുന്നുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും മണ്ഡലത്തിന്റെ പുരോഗതിയും വിലയിരുത്തിയാവും ജനങ്ങൾ വോട്ട് ചെയ്യുകയെന്നും ചിത്തരഞ്ജൻ ന്യൂസ് 18 പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആലപ്പുഴ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ PP ചിത്തരഞ്ജനാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണോ റീൽസിലൊക്കെ? തീർച്ചയായിട്ടും നാട്ടിലെ ജനങ്ങൾ നൽകുന്ന ഒരു സ്നേഹവും അതുപോലെ തന്നെ അവരെല്ലാവരും കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുമാണ് നമുക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം പകരുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാനും LDFന്റെ പുറത്ത് വരുന്നത്. പ്രചരണമൊക്കെ ഏത് ഘട്ടത്തിലായി? എവിടെയൊക്കെ പോയി? ആരെയൊക്കെ കണ്ടു? എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു? പ്രചരണം തുടങ്ങിയില്ലല്ലോ. പ്രചരണത്തിന്റെ പക്ഷേ ആദ്യം ചുവരെഴുത്ത് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ പ്രത്യക്ഷപ്പെട്ടത് PP ചിത്തരഞ്ജനെ വിജയിപ്പിക്കുക എന്നുള്ള LDFന്റെ ചുവരെഴുത്തായിരുന്നു. അത് പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആദ്യം തന്നെ തീരുമാനമൊക്കെ ആയിക്കഴിഞ്ഞതുകൊണ്ട് LDF റിപ്പോർട്ട് ചെയ്തായിരുന്നല്ലേ? കേട്ടവരൊക്കെ അങ്ങനെ ആവശ്യ കമ്മിറ്റിക്കാരൊക്കെ എഴുതി, അത്രയേ ഉള്ളൂ. പക്ഷേ ഔദ്യോഗികമായി നമ്മൾ പ്രവർത്തനം തുടങ്ങിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് 5 മണിക്ക് പ്രഖ്യാപിച്ച് 5:15 മണിക്ക് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. ഓപ്പണായിട്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ PP ചിത്തരഞ്ജൻ ഒരു കോൺഫിഡൻസ്? ഒന്ന്, കേരളത്തിലെ LDF ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭിച്ച മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ മണ്ഡലം. ആ വികസന പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായി ജനങ്ങൾ അതിനോട് പ്രതികരിക്കുമല്ലോ. മറ്റൊന്നൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ 5 വർഷക്കാലവും ഞാൻ അവരോടൊപ്പം തന്നെയായിരുന്നു, ഗ്രൗണ്ടിലായിരുന്നു. അവരുടെ ഏതൊരു പ്രശ്നങ്ങളിലും ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും ബോധ്യമുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടാണ് ജനകീയ പ്രശ്നങ്ങളെല്ലാം സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് നാടിനെ മാറ്റാൻ കഴിഞ്ഞുവെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അത് തീർച്ചയായിട്ടും എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ധീവര സമുദായത്തിന്റെ ദിനകരൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ ഒരു വിയോജിപ്പ് അവർ പറയുന്നുണ്ട്. NDAക്കാണ് ഇത്തവണ വിശ്വാസം അർപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളി യൂണിയന്റെ തന്നെ അല്ലെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോഴും. അത് ധീവരസഭയുടെ നേതാക്കന്മാരായിട്ടുള്ള ഏതാനും ചില ആൾക്കാർ എത്ര കാലമായിട്ട് മാറിയും തിരിഞ്ഞും BJPക്കും കോൺഗ്രസിനും വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ സമുദായമൊക്കെ ആയിരിക്കും, പക്ഷെ ആ തൊഴിലാളി ഉണ്ടല്ലോ, ഇവർ പറഞ്ഞാലൊന്നും കേൾക്കുന്നവരല്ല. കാരണം മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചറിവൊക്കെയുണ്ടല്ലോ. നേരെ മറിച്ച് ധീവരസഭയുടെ ഏതെങ്കിലും 1-2 നേതാക്കന്മാർക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതെല്ലാം ആ സമുദായത്തിൽപ്പെട്ട തൊഴിലാളി അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ചാണ് ചിന്തിക്കാൻ പോണത് എന്ന് ധരിക്കുന്നതാണ് തെറ്റ്. ഇവിടെ മത്സ്യത്തൊഴിലാളി അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഒരു വർഗം എന്നുള്ള നിലയിൽ, മീൻപിടുത്തക്കാരൻ എന്നുള്ളൊരു വർഗം എന്നുള്ള നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് മഹാഭൂരിപക്ഷവും. അത് വീണ്ടും തെളിയാൻ പോവുകയാണ്. ഇനി എന്താ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഗവൺമെൻറ് ചെയ്യാത്തതിനെക്കുറിച്ച് പറയൂ. അവർ തന്നെ പറയുന്നതിനകത്ത് ഒന്നുമില്ല. ഒരു നിയമസഭ പാസ്സാക്കുന്നത് ഇന്നാണോ? ആ നിയമത്തെ സംബന്ധിച്ച് ചർച്ചകൾ എത്ര എണ്ണം നടത്തിയതാണ്? എന്താ നിയമത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത? മീൻ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ തൊഴിലാളികൾക്ക് അവൻ്റെ മീൻ തൂക്കി കൊടുക്കാനുള്ള ഒരു അവസരം വന്നില്ലായിരുന്നെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് എന്ത് ലഭിക്കും? ആ നിയമത്തിനകത്തുള്ളതാണ്. അത് നിയമസഭയിൽ വന്നു, അതിനുശേഷം സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയി എല്ലാ സംഘടനകളെയും വിളിച്ച് ചർച്ച ചെയ്ത് എല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ്. ചൂഷണത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഫലപ്രദമായ നിയമത്തെയാണ് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഈ തീരദേശത്ത് കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് അവരുടെ മക്കൾ 104 പേരിന്ന് ഡോക്ടർമാരുണ്ട് പൂർത്തീകരിച്ചവർ. എങ്ങനെയാണ് നടന്നത്? അവരെല്ലാം കാശ് കൊടുത്ത് വാങ്ങിയതാണോ? ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയാൽ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടല്ലേ അത് കഴിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ കോഴ്സുകളിലടക്കം പഠിക്കാൻ കഴിയുന്നു. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ തന്നെ വരുന്ന വലിയ മാറ്റം അത് വിദ്യാഭ്യാസ രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞ പുരോഗതിയാണ്. അതിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ചെറുതാണോ? വളരെ സുദീർഘമായിട്ടാണ് ചിത്തരഞ്ജൻ സംസാരിക്കുന്നത്. എന്നാലും വലിയ പ്രതീക്ഷയിലാണ് PP ചിത്തരഞ്ജൻ. ആലപ്പുഴയിൽ ആദ്യമേ പ്രചരണം ആരംഭിച്ച ചിത്തരഞ്ജനാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ.
കാസർഗോഡ് മണ്ഡലത്തിൽ വിജയ പ്രതീക്ഷയ്ക്കുമപ്പുറം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കലാണ് ലക്ഷ്യം എന്നാണ് BJP സ്ഥാനാർത്ഥി ML അശ്വിനി പറയുന്നത്. ട്രിപ്പിൾ എഞ്ചിൻ ഭരണത്തിൽ പോലും മണ്ഡലത്തിന്റെ വികസനം സാധ്യമായില്ല എന്ന് അശ്വിനി ന്യൂസ് 18നോട് പറഞ്ഞു. ജില്ലയിലെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് BJP ജില്ലാ അധ്യക്ഷയായിട്ടുള്ള അശ്വിനി. കാസർഗോഡ് ജില്ലയിലെ ഏക വനിതാ സ്ഥാനാർത്ഥിയാണ് ML അശ്വിനി. കാസർഗോഡ് മണ്ഡലത്തിൽ ജനവിധി തേടുമ്പോൾ കാസർഗോഡ് പോരാട്ടം കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്താണ് BJP. അതോടൊപ്പം LDF ഇത്തവണ ഷഹനാസ് പാദൂരിനാണ് രംഗത്തിറക്കുന്നത്. അങ്ങനെ ത്രികോണ മത്സരത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് കാസർഗോഡുള്ളത്. ML അശ്വിനി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ തവണത്തേക്കാളും LDF കുറച്ചുകൂടി ശക്തമായ സ്ഥാനാർത്ഥി ഇറക്കുന്നുണ്ട്. എങ്ങനെയാണ് കാസർഗോഡ് ഇപ്പോൾ? നമ്മൾ വിജയപ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻസ് ഞാൻ ലാസ്റ്റ് മിനിയാൻ കാൻഡിഡേറ്റ് ഡിക്ലെയർ ആയപ്പാടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ജയിച്ചു. ബിക്കോസ് ഇപ്പം ഞാൻ ഭൂരിപക്ഷം എത്ര കൂട്ടണമെന്നാണ് ഞാൻ കാൽക്കുലേഷൻ ആക്കുന്നുള്ളത്. അശ്വിനി വീടിൽ പേരുണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ വികസനം, ആ എല്ലാ വികസനങ്ങളുടെ വിഷൻസ് എല്ലാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് മാത്രമാണ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും എന്ന വിഷയം ജനങ്ങളുടെ ഇടയിൽ ഉള്ളതാണ്. കഴിഞ്ഞ 65 കൊല്ലമായിട്ട് ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ള LDF UDF എന്ത് നേട്ടങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതല്ലാണ്ട് ഇവിടെ കണ്ടിന്യൂഷൻ ആയിട്ട് മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ്. അവർക്ക് സ്റ്റേറ്റിൽ ഭരണമുണ്ടായിരുന്നു, സെൻട്രലിൽ ഭരണമുണ്ടായിരുന്നു. എന്നാലും അവർക്ക് കാസർഗോഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അപ്പോൾ സാധിക്കാത്ത അവർക്ക് ഇനി സാധിക്കുമോ? അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇഫ് ദേ നീഡ് എ ഡെവലപ്മെൻറ്റ് ഫോർ ദ കാസർഗോഡ്, ബെറ്റർ ടു ചൂസ് എലിജിബിൾ പാർട്ടി. മീൻസ് NDA ചൂസ് ആക്കി കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റ് ഇവിടെ കാസർഗോഡിൽ ഉണ്ടാവും. അതിർത്തി ജില്ല കൂടിയാണ് കർണാടക. ഏറ്റവും കൂടുതൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ സാധ്യതയാണ്. അത് അശ്വിനി ഗുണം ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് അവിടെ K. സുരേന്ദ്രേട്ടൻ കുറേ വർഷമായിട്ടാണ് ഇവിടെ വർക്ക് എടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാ വീട്ടിലും സുരേന്ദ്രേട്ടൻ ആരാണെന്ന് എല്ലാം ഒരു ചെറിയ കൊച്ചുക്കും അറിയാം. അതേപോലെ ആ വേവ് ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ എക്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ, ഇവിടെ ജില്ലാ അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ അതൊരു വേവ് ഈ ഭാഗത്ത് ഉണ്ട്. AK മൊഷറഫിന്റെ ഒരു ആരോപണം എന്ന് വെച്ചാൽ കർണാടകയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് വ്യാപകമായ വോട്ടുകൾ ചേർക്കുന്നു BJP എന്നാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് അങ്ങോട്ട് പറയേണ്ടതാണ് ഞാൻ. ബിക്കോസ് AK മഷ്റഫ് ഓൾറെഡി അവിടെ വ്യാപകമായിട്ട് ബോർഡറിലുള്ള ആൾക്കാർ വോട്ട് ചേർത്ത് കഴിഞ്ഞു. നമുക്ക് നമ്മൾക്ക് വോട്ടർ പട്ടി പരിശോധിക്കുമ്പോൾ ചില റെസിഡൻഷ്യൽ അഡ്രസ്സ് കിട്ടുന്നില്ല. ഇത് എവിടെ നിന്ന് വന്നു നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതോ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവർ വോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ പിന്നാലെയാണ് ഉണ്ടായത്. ബിക്കോസ് അത് ഈ ബോർഡറിലുള്ള ആൾക്കാരെ വോട്ട് ചേർത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. ബിക്കോസ് വി പീപ്പിൾ ആർ വെരി ജെന്വിൻ ആൻഡ് നമുക്ക് നമ്മൾ മഞ്ചേശ്വരം ഭാഗത്തുള്ള ആൾക്കാർ വോട്ട് മാത്രം മതിയാണ്. ബിക്കോസ് ഇത് മഞ്ചേശ്വരം കോൺസ്റ്റിറ്റ്യൻസിൻ്റെ ഇലക്ഷനാണ്. അല്ലാണ്ട് തൊട്ടടുത്തുള്ള കർണാടകേൻ്റെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇവിടെ വോട്ട് ചേർപ്പിച്ചിട്ടായിട്ട് അവരെ വോട്ട് എടുത്തിട്ട് ജയിക്കുന്ന ഒരു അവസ്ഥക്ക് നമ്മൾ എത്തിയിട്ടില്ല. ബട്ട് മുസ്ലിം ലീഗ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. കാലകാലമായിട്ട് അവർ അത് തന്നെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അവർക്ക് ഈ പ്രാവശ്യം പേടിയുള്ളത് കൊണ്ട് ഇനിയും ജാസ്തി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്ത്രീകളുടെ ഇടയിൽ നിന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു വനിത സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഐ ആം വെരി മച്ച് പ്രൗഡ് അബൌട്ട് മൈ PM. ബിക്കോസ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു വിമൻ എംപവർമെൻറ്റിൻ്റെ വിഷൻ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും 100% അവർ സാക്ഷാത്കരിക്കാക്കുന്നുള്ളതാണ്. അതല്ലാണ്ട് ഇവിടെ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യൻസിലും പോലും സ്ത്രീകൾ അധികമായിട്ട് ഒരു അടുപ്പമുള്ള വ്യക്തിത്വമാണ് എനിക്കും പിന്നെ അവർക്കും. എവിടെ സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ എവിടെ പോയെങ്കിലും ഒരു നല്ല ബന്ധമാണ്. അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വന്നിട്ടായിട്ട് ആൾക്കാർ സംസാരിക്കും. ML അശ്വിനിയാണ് പ്രതികരിച്ച് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പോകുന്നത് എന്ന് ഇപ്പോഴെല്ലാവരും സമ്മതിച്ചിരിക്കുക. UDF-ലെ പടലപണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പുതിയ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാനില്ല. എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞവരാണവർ. ഒരു വികസനത്തെയും ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് പരസ്യ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ UDF-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അവർക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഏറ്റവും ശക്തമത്തായ തിരിച്ചടി, കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഒരു പ്രവർത്തനത്തിലും അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. വിമർശനാത്മകമായ രീതിയിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു എന്നല്ല, ഒരു വിമർശനവും ഉന്നയിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് ഞങ്ങളെല്ലാ വികസന പ്രവർത്തനത്തിനും എതിരാണ് എന്ന പ്രചാരവേദിയാണ് അവർ നടത്തിയത്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDF-ഉം BJP-യും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഞാൻ പറഞ്ഞു നോക്കാം, അതായിരിക്കും തിരിച്ചടി. ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതായിരിക്കും.
കാരണം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. ഞങ്ങളൊരു വികസന പ്രവർത്തനത്തിലും പങ്കാളിയാവുകയും ചെയ്യില്ല. കേന്ദ്ര ഗവൺമെൻറ് നമുക്കെതിരായിട്ട് നടത്തുന്ന അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമത്തെ പ്രതിരോധത്തെ ചെറുക്കുന്നതിന് UDF ഇല്ല. ഇതാണ് കേരളത്തിൻ്റെ ഭാഗമായി അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നമായിരിക്കും കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് പുതിയ കേരളം സൃഷ്ടിക്കുമെന്നാണ്. അത് പറയല്ല ചെയ്യുന്നത്, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അതാണ് ജനങ്ങൾ കൃത്യമായിട്ടും ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം വല്ല ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി കോടിക്കണക്കിന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിച്ചതിന് വേണ്ടിയുള്ള നേതൃത്വപരമായ പങ്കുവഹിച്ച് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്ത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് 10ാമത്തെ കൊല്ലം ഈ കേരളത്തിലുള്ളത്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഏറ്റവും കരുത്തുറ്റ ആയുധം. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയാൻ പോകുന്ന രണ്ട് കാര്യം. ഒന്ന്, UDF ഉൾപ്പെടെയുള്ള ശക്തികൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. 2, എല്ലാ വികസന പ്രവർത്തനത്തിനും എതിരായിട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഇത് രണ്ടിനെയും, ഈ രണ്ട് നിലപാടിനെയും ഫലപ്രദമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു. അത് കൃത്യമായിട്ട് ശരിയായ നിലപാടിലൂടെ അവർ കൈകാര്യം ചെയ്യുന്നു. അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച 3ാം ടേമിലേക്ക് കടക്കാനുള്ള സൗകര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ നോമിനേഷൻ ഏതാണ്ട് കൊടുത്തു തീർക്കുന്ന നാളത്തോടുകൂടി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. അതിനെ കൂടി ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. കണ്ണൂരും അങ്ങനെയാണ്, ഒരു സംശയവും വേണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു, ഒന്നും പറയാനുണ്ട്. തമ്മിലടിയാണ്. ഇവിടെ കേരളത്തിലല്ലേ? അത് ഞങ്ങൾക്ക് 5.5 ലക്ഷം, ഞാൻ പറഞ്ഞു 5.5 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു 2.5 ലക്ഷം അനുഭവി ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ഇവിടെ ഈ കേരളത്തിൽ. അതിൻ്റെ അകത്ത് 4-5 ആൾ തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം പുറത്താക്കപ്പെടുകയും ചെയ്താൽ ആ പുറത്താക്കപ്പെട്ടവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണോ നിങ്ങളുടെ ധാരണ? അതായ തമ്മിലടി ഒരു തമ്മിലടിയില്ല. എല്ലാവരും പോയി. കോൺഗ്രസിൽ ഇനി ആരെങ്കിലും പോകാൻ ബാക്കിയില്ല. മിക്കവാറും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സ്ഥാനാർത്ഥി വ്യവസായിയാണ്. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതും തള്ളിക്കളി അസംബന്ധാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന്. പിന്നെ വേറെന്താ പറയണ്ടേ? ഓട്ടെ, അയാൾ അവിടെ തന്നെ വന്നല്ലോ. അല്ല, ഞങ്ങൾ സഹയാത്രികയെല്ലാം ചേർന്ന് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. ആരാട്ടിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ, അതിനെ കാണുകയുള്ളൂ. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയും, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ച ആളുകളുണ്ടാവും. അവരെ പരമാവധി ഞങ്ങൾ പാർട്ടിക്കകത്ത് നിർത്താനാണ് ശ്രമിക്കുക. ഒരു ഗത്യന്തരമില്ലാതെ വന്നാൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. അതാണ് ഇവിടെ PK ശശിയുടെ സ്ഥിതി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൽ മത്സരിക്കുന്ന 2 ആളുടെയും സ്ഥിതി, അതുപോലെ തന്നെ G. സുധാകരൻ്റെ സ്ഥിതി. ഇതെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടല്ല, അവരെടുത്ത നിലപാടിൻ്റെ മേലെ തിരുത്തൽ പ്രക്രിയയിൽ അവർക്ക് പാർട്ടിയോടൊപ്പം നിൽക്കാൻ സാധിക്കാതെ കൊണ്ട് പുറത്താക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇതിനെ കൂട്ടിക്കൊടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം സംശയമുണ്ട്. 10 വർഷം അധികാരത്തിൽ വന്നതിന്റെ ഭാഗമാണ് ഈ പാർലമെന്ററി വ്യാമോഹം പാർട്ടിക്കകത്ത് കൂടുതൽ വരുന്നതിന്റെ കാരണം എന്നാണ്. നിങ്ങൾക്ക് ഈ ചരിത്രം മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിങ്ങളെല്ലാം പത്രപ്രവർത്തകരല്ലേ, നന്നായിട്ട് പാർട്ടിയുടെ തന്നെ ചരിത്രം കൂടി വായിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയോ, തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ആരാ കേരളത്തിൽ? തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൂക്കുമരം സമ്മാനിച്ചു. അതിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി കേരളത്തിലുണ്ട്.
ആരായിരുന്നു? അതാ പറഞ്ഞേ. ആ അതാ പറഞ്ഞേ, ചരിത്രം വായിക്കുകയോ പഠിക്കുകയോ പറഞ്ഞു. ആരാ? കണ്ണൂരിലെ പത്രക്കാർക്ക് അറിയില്ല, അതിന് കിട്ടായില്ലേ? എന്നാൽ അത് KPR ഗോപാലനാണ്. മനസ്സിലായോ? 1940 സെപ്റ്റംബർ 15 ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ പട നയിച്ച KPR ഗോപാലിനെ തൂക്കാൻ വിധിച്ചിരുന്നു. ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് അവസാനം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. ആ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവിടെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കണ്ണൂരിൽ എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു ടോൺ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. കാസർഗോഡ് മണ്ഡലത്തിൽ തർക്കങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കല്ലട മാഹിൻ ഹാജി. മണ്ഡലത്തിൽ ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിക്കും. ലീഗിന്റെ ഉരുക്കുകോട്ടയെന്നറിയപ്പെടുന്ന മണ്ഡലത്തിൽ KM ഷാജിയെ മത്സരിപ്പിക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചനയെങ്കിലും കടുത്ത എതിർപ്പിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കല്ലട മാഹിൻ ഹാജിയെ തന്നെ പരിഗണിച്ചത്. എക്കാലത്തും മുസ്ലിം ലീഗിനെ മാത്രം പിന്തുണച്ച മണ്ഡലമാണ് കാസർഗോഡ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്. ഏതായാലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു, അതെല്ലാം നീങ്ങിയിരിക്കുന്നു. തർക്കങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. കല്ലട്ര മായിനാജി, അതായത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും UDFൻ്റെ ചെയർമാനുമായ കല്ലട്ര മായിനാജി തന്നെ മത്സരരംഗത്തെത്തുമ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് മറ്റ് വിജയത്തിനപ്പുറം ഇനി ഒന്നുമില്ല, അത്രത്തോളം പ്രതീക്ഷയിലാണ്. ഏതായാലും കല്ലട്ര മായിനാജിനെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒടുവിൽ ജില്ലാ പ്രസിഡന്റിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു? സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ജില്ലയിൽ നിന്നുള്ള ഒരാൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജില്ലയിലെ അധ്യക്ഷന് സാധാരണ എൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിൽ എതിർപ്പ് വരാനുള്ളൊരു സാധ്യതയില്ല, എതിർപ്പില്ലുമില്ല. അപ്പോൾ അത് പല പേരുകളും വരുന്നുണ്ടാകും. പേര് ആരറിയിച്ചാലും മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പുള്ള ആർക്കും അത് അർഹതപ്പെട്ടതാണ്, ആർക്കും സീറ്റ് ലഭിക്കാനുള്ള അർഹതയുണ്ട്. അത് നേതൃത്വം തീരുമാനിക്കുന്നത് ആരാണെങ്കിലും. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്നെ നിലയ്ക്കൊന്ന് അതും CT അഹമ്മദ് അലി സാഹിബ് 35 വർഷത്തോളം MLA ആയി ജനകീയനായ ഒരു പൊതുസമ്മതനായ എല്ലാവർക്കും സമ്മതനായ CT അഹമ്മദ് അലി സാഹിബിനെ മാറ്റി നിർത്തുമ്പോൾ അതിന് പകരം വന്നത് പുതുതായി INL നിന്ന് 1 2 മാസങ്ങൾക്കകം മുസ്ലിം ലീഗിൽ എത്തിച്ചേർന്ന് എന്നെ നിലയ്ക്കുന്നതിനെ സ്ഥാനാർത്ഥിയാക്കും. അന്ന് ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു ആശങ്കയുണ്ടായിരുന്നു, പലരും മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഒരു ഭീഷണികളെല്ലാം മുഴക്കിക്കൊണ്ടുണ്ടായിരുന്നു. അതെല്ലാം പിറ്റേന്ന് ഒരു ദിവസം കഴിയുമ്പോൾ അതെല്ലാം കട്ടടങ്ങുകയും നല്ല ഭൂരിപക്ഷത്തോടു കൂടെ അന്ന് CT അഹമ്മദ് അലി സാഹിബിന് ലഭിച്ചതിനേക്കാളും വലിയൊരു ഭൂരിപക്ഷത്തിന് എന്നെ നിലയ്ക്കുന്നതിനെ വിജയിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ 15 വർഷത്തോളമായി നല്ല ഭൂരിപക്ഷത്തോടു കൂടി എന്നെ നിലയ്ക്കുന്നതിനെ വിജയിപ്പിക്കാൻ സാധിച്ച ഒരു നിയോജക മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. BJP ആണ് 2ാം സ്ഥാനത്ത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനില്ല, അത്രത്തോളം ഒരു വാശിയേറിയ പോരാട്ടം നടക്കും. ഏതെങ്കിലും തരത്തിൽ BJP വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? കാരണം കഴിഞ്ഞതല്ല, അതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ 3000-ൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം ലീഗിന്. കഴിഞ്ഞ പ്രാവശ്യമാണ് വർദ്ധിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി SIR-മായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? ഇല്ല, ഒരു വെല്ലുവിളിയില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വോട്ട് ചേർത്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലാണ്. 20,000-ഓളം വോട്ട് ചേർക്കാൻ സാധിച്ചു, ഇപ്പം ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പ്രവർത്തകരുടെയും മണ്ഡലത്തിലെ നേതാക്കളുടെയും അഭിപ്രായ പ്രകാരം 20,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കല്ലട്ര മാഹിൻ ഹാജിയാണ് പ്രതികരിച്ചത്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നമുക്ക് തിരികെ എത്താൻ ഇലക്ഷൻ വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കും അപ്പുറം കോഴിക്കോട് പെരുവയിലിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി ഷിഗല്ല രോഗവ്യാപനത്തിൻ്റെ വ്യാപനമുണ്ട്. ആ രോഗവ്യാപനത്തിൻ്റെ ഉറവിടം കണ്ടെത്താനായി പരിശോധനകൾ തുടരുകയാണ്. നിലവിൽ 12 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 51 പേർക്ക് രോഗലക്ഷണമുണ്ട്. ഒരാൾ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ പേരിലേക്ക് ഈ രോഗം പടരാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഊർജിതമാക്കുകയാണ് പഞ്ചായത്ത്. വെള്ളത്തിൻ്റെയും
ഭക്ഷ്യവസ്തുക്കളുടെയും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, പരമാവധി ജനങ്ങൾ സമ്പർക്കത്തിൽ നിൽക്കുന്ന സമയമാണ്. ഇതിൻ്റെയൊക്കെ ഒരു രോഗവ്യാപന സാധ്യതയൊക്കെ എന്താണ്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവിടെയുള്ളത്? ഹെൽദോ കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ മേഖലയെ വലിയ ആശങ്കയിലാഴ്ത്തിയാണ് ഇപ്പോൾ ഷിഗല്ല രോഗബാധ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 51 പേര് ഇപ്പോൾ തന്നെ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 32 പേർക്കോളം ഈ രോഗലക്ഷണങ്ങൾ പ്രകടവുമാണ്. 12 പേർക്ക് ഈ രോഗം ഇതിനകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗം ഈ രീതിയിൽ പടർന്നു പിടിക്കുമ്പോഴും ഇതിന്റെ ഉറവിടം എന്താണ് എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു കണ്ടെത്തൽ നടത്താൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നതാണ് നാട്ടുകാർക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മറ്റുമൊക്കെയാണ് ഈ രോഗം പടരുന്നത്. അതുകൊണ്ട് ഈ വഴിയരികിലും മറ്റുമൊക്കെ ഉള്ള തട്ടുകടകൾ അല്ലെങ്കിൽ ഈ താൽക്കാലികമായി ഉയരുന്ന ഈ പഴക്കടകൾ, കൂൾബാറുകൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ഈ കുടിവെള്ളത്തിലൂടെയോ ആഹാരത്തിലൂടെയോ ആവാം രോഗം പടരുന്നതെന്ന സംശയത്തെ തുടർന്ന് ഈ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. ഷിഗല്ലയുടെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി. ഒപ്പം കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ പോലുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന നിർദ്ദേശം പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തു നിന്നും നാട്ടുകാർക്ക് നൽകുന്നുണ്ട്. ഒപ്പം കുടുംബശ്രീ വഴിയും ആശാ വർക്കർമാർ വഴിയും ഒക്കെ കൃത്യമായ ബോധവൽക്കരണ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷിഗല്ല രോഗബാധയെ തുടർന്ന് 3.5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി മരിച്ചത്. കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിലായിരുന്നു സംഭവം നടന്നത്. മരണം സംഭവിച്ചെങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല രോഗബാധയാണ് മരണത്തിന് കാരണം എന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് കുട്ടി പഠിച്ചിരുന്ന അങ്കണവാടിയിലടക്കം മറ്റ് കുട്ടികളെയും പരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെ നിന്നാണ് 3 കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഒരു 5 ആളുകൾ കൂടി രോഗബാധ പ്രത്യക്ഷമാവുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് സമഗ്രമായ പരിശോധന നടത്തുകയും കൂടുതൽ ആളുകൾക്ക് രോഗബാധ കണ്ടെത്തുകയും കൂടുതൽ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി പോകുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഷിഗല്ല ബാക്ടീരിയ പോലും ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഇത്. അതിസാര രോഗം, അതായത് വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങളാണ് പ്രകടമാവുന്നത്. നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് കോഴിക്കോട് നിന്നും അനീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കോഴിക്കോടേക്ക് ഭാഗത്തേക്ക് തന്നെ വീണ്ടും മറ്റൊരു അസുഖം കൂടി വരുന്നതിലുള്ള ആശങ്ക എന്തായാലും ജനങ്ങൾക്കുണ്ടാകും. MS അനീഷ് കുമാറാണ് കോഴിക്കോടും ചേർന്നത്. 9 മണി വാർത്തയുടെ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് 10 KP അഭിലാഷൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.